അച്ഛൻ പുതിയതായിട്ട് വന്ന അച്ഛനാണ്. അച്ഛന് പ്രത്യേകം സ്വാഗതം. പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ പരിഹാര പ്രദർശനമാണ്. പടിഞ്ഞാറെ കുരിശി ചുറ്റി റോക്കി പുണ്യവാളിൻ്റെ കപ്പേള വഴി അങ്ങാടി ചുറ്റി വരുന്നു. അതിനുശേഷം രൂപമുത്തൽ, പീഡാനുഭവ ദൃശ്യാവിഷ്കരണം, കബറടക്കം, നേർച്ചക്കഞ്ഞി. പ്രിയ നിറഞ്ഞവരെ, ഈ പീഡാനുഭവത്തിൻ്റെ സന്ദേശം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാവരും കൂടെ ഒരു 3 നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന ചൊല്ലാം. എല്ലാവരും കൂടെ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്തുതി. ദൈവകൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടെ ദൈവകൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ നിറഞ്ഞവരെ, പീഠാനുഭവത്തിൻ്റെ ഈ ഒരു വെള്ളിയാഴ്ച ഒരുപാട് ത്യാഗങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുക. ഏറെ പ്രത്യേകമായി വികാരിച്ചനെയും ലിജു അച്ഛനെയും പ്രിയ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ഈ പീഠാനുഭവ സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ഈ ഒരു പീഠാനുഭവ വെള്ളിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഒരുപാട് നിശബ്ദമായി നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ പാടുപീഠയേറ്റ് മരിച്ചതിൻ്റെ ഓർമ്മയാചരണമാണ് നമ്മളിന്ന് കുരിശിൻ്റെ വഴിയിലൂടെയും കേൾക്കുന്ന ഓരോ പ്രസംഗത്തിലൂടെയും ചൊല്ലുന്ന പ്രാർത്ഥനയിലൂടെയൊക്കെ അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് സ്നാപയോഹന്നാൻ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന സുന്ദരമായിട്ടുള്ള ഒരു വാചകമുണ്ട്. അതാണെന്ന് തോന്നുന്നു ഇന്ന് ഈ പീഠാനുഭവ വെള്ളിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിലിങ്ങനെയാണ് പറയുന്നത്: ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ ഒരു വാചകത്തിൽ 2 ആശയങ്ങളുണ്ട്. ഒന്ന്, ലോകത്തിൻ്റെ പാപം. 2, ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപം എന്ന ആദ്യത്തെ ആശയം നമുക്കെടുക്കാം. ലോകത്തിൻ്റെ പാപം എന്ന് പറഞ്ഞാൽ ആദ്യ മാതാപിതാക്കൾ പറുദീസായിൽ നിന്നും പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഘടകവിരുദ്ധമായി നിന്നപ്പോൾ പുറത്താക്കപ്പെട്ടു. അതാണ് പാപം. അതിന് പരിഹാരമായിട്ട് ക്രിസ്തു രക്ഷകനായി തിരിച്ചു വന്നു. അതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇനി ആദ്യത്തെ ഈ ആശയം എടുക്കാം, ലോകത്തിൻ്റെ പാപം. യോഹന്നാൻ ശ്ലീഹ ഈ ലോകത്തിൻ്റെ പാപം എന്ന് പറയുന്ന ആശയത്തെ കാണിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഹമാർത്തി എന്നാണ്. അതിൻ്റെ അർത്ഥം ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുക. ഇപ്പോൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ബുള്ളറ്റ് ഒരു ബ്ലാക്ക് ബോർഡിലെ പർട്ടിക്കുലർ പോയിന്റിൽ ചെന്ന് പതിക്കേണ്ടതാണ്. പക്ഷേ അതിൽ നിന്നും വ്യതിചലിക്കുന്നു. അല്ലെങ്കിൽ വില്ല് കുലച്ച് അമ്പെയ്യുമ്പോൾ അത് ലക്ഷ്യം തൊടാതെ വ്യതിചലിച്ചു പോകുന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം. ഹമാത്യ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന് അർത്ഥം ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുക. ആദ്യ മാതാപിതാക്കളെ ഇതുപോലെ തന്നെ പിതാവായ ദൈവത്തിൻ്റെ ലക്ഷ്യത്തെ അതിൽ നിന്ന് വ്യതിചലിച്ചപ്പോഴാണ്
രക്ഷകനായ ക്രിസ്തു സ്വപീഡകൾ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമുക്ക് പാപപരിഹാരമായിട്ട് വന്നത്. പ്രിയം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ഇതുപോലെ ലക്ഷ്യം തെറ്റലുകൾ ഉണ്ടാകും. മാതാപിതാക്കളൊക്കെ വഴിതെറ്റി പോകുന്ന അവസരങ്ങളുണ്ട്. മുഴുകുടിയനായ അപ്പൻ കിട്ടുന്ന കാശൊക്കെ ധൂർത്തടിച്ച് ചൂതാട്ടം നടത്തി ഉത്തരവാദിത്വ ബോധമില്ലാതെ ചീട്ടൊക്കെ കളിച്ച്, അല്ലെങ്കിൽ ലോട്ടറി എടുത്ത്, ലോട്ടറിയെ കുറ്റപ്പെടുത്തുന്നതല്ല, കിട്ടുന്ന കാശിൽ ഭൂരിഭാഗം അങ്ങനെ ചെയ്യുകയാണ്. എന്തു ചെയ്യും? അങ്ങനെ ചെയ്ത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഒന്നും എടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബത്തിലെ അമ്മ, വിവേകമുള്ള അമ്മ ഇങ്ങനെ പറയും, മക്കളെ, അപ്പനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നന്നായി പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് നല്ല ജോലി വാങ്ങി അപ്പനുണ്ടാക്കിയുന്ന ഭീമാകാരമായ കടം വീട്ടണം, കുടുംബത്തെ പിടിച്ചു നിർത്തണം. ഇതാണ് ആ പാവപ്പെട്ട അമ്മ, വിവേകമുള്ള അമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താണ്, 10 വർഷത്തിന് ശേഷമുള്ള യുവതലമുറയെ എടുത്തു നോക്ക്. കുടുംബങ്ങളിൽ നിന്നും നേഴ്സിംഗ് ഒക്കെ പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി കുടുംബത്തെ പുലർത്തുന്ന എത്രയോ മക്കൾ, തകർന്നുപോയ കുടുംബങ്ങളെ പോറ്റിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല മക്കളെ നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം എന്താണ്, അവിടെ അമ്മയോ അല്ലെങ്കിൽ അപ്പനോ സഹോദരങ്ങളൊക്കെ വഴിതെറ്റി പോകുമ്പോൾ ഈ പാവപ്പെട്ട പെൺകുട്ടികളോ ആൺകുട്ടികളോ, അതായത് നന്നായി അധ്വാനിച്ച് അവർ വിചിന്തനത്തോടുകൂടെ വിദേശ രാജ്യങ്ങളിൽ പോയി തൻ്റെ കുടുംബത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ക്രിസ്തുവിനെ പോലെ ലക്ഷ്യം തെറ്റുന്ന, പാളം തെറ്റുന്ന കുടുംബങ്ങളെ പിടിച്ചു നിർത്തുന്ന യുവതലമുറ അഭിമാനിക്കാം നമുക്ക്. പക്ഷെ പ്രശ്നമുണ്ട്. ഈ വിദേശ രാജ്യങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ സ്ട്രേഞ്ച് വിത്ത് സെക്സ്, ലിവിങ് ടുഗദർ, അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജിന് പകരം ഇന്റർ കാസ്റ്റ് മാരേജ്, അങ്ങനെ തുടങ്ങി ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന യുവതലമുറയും കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെയൊക്കെ പാവപ്പെട്ട ഈ വിശ്വാസമുള്ള വിശുദ്ധിയുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവർ അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് വരും. അപ്പൻ്റെയും അമ്മയുടെയും സമ്മതത്തിന് വഴങ്ങി കുടുംബാംഗങ്ങളോട് ചേർന്ന് നടത്തുന്ന നല്ല നല്ല വിവാഹങ്ങളെ കാണാൻ പറ്റും. അതായത് ഒരു സൈഡിൽ വ്യതിചലിച്ചു പോകുന്ന കുടുംബജീവിതമാണെങ്കിൽ അടുത്ത സൈഡിൽ വിശ്വാസത്തിനും വിശുദ്ധിക്കും വേണ്ടി നിലകൊണ്ടുകൊണ്ട് ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്ന ഇളം തലമുറ. അതാണ് അഭിമാനിക്കാനുള്ള വക ഇവരെ സംബന്ധിച്ച്. പ്രിയ നിറഞ്ഞവരെ, ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ പിടിച്ചു നിർത്താനായിട്ട് പറ്റണം. ക്യാരിസത്തിനനുസരിച്ച് സമൂഹങ്ങളിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ, സഭാസമൂഹങ്ങളിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ ദിശാബോധമുള്ള ആരെങ്കിലും ഒരാളെ ദൈവം എടുത്തുയർത്തും. അവരത് ചെയ്തേ മതിയാകൂ. ഇരുണ്ട യുഗത്തിൽ 12-ാം നൂറ്റാണ്ടിൽ ലോകത്തിൽ ഇരുണ്ട ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് നവീകരണവുമായിട്ട് 2-ാം ക്രിസ്തുവായി ഉദയം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ വിശ്വാസം താഴേക്ക് പോകുമ്പോൾ ഓക്സ്ഫോർഡ് മൂവ്മെൻ്റ് എന്ന് പറയുന്ന ആ മൂവ്മെൻറ്റിലൂടെ ഹെൻറി ന്യൂമാൻ എന്ന് പറയുന്ന വിശുദ്ധനായ മനുഷ്യൻ ആ വിശ്വാസ സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന്, അതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഇതാണ്. ഈ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് പറുദീസായിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം രക്ഷകനെ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ 1100 വർഷം കാത്തിരിക്കേണ്ടതായി വന്നു. ഈ 1100 വർഷം നമ്മൾ നോക്കുമ്പോൾ ന്യായാധിപന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും തുടങ്ങി മലാക്കി പ്രവചനം വരെ ഈ പഴയ നിയമത്തിൻ്റെ അറുതി വരുന്നത് അവിടെയാണ്. അതുവരെ മേജർ പ്രൊഫറ്റ്സ്, വലിയ പ്രവാചകന്മാരിലൂടെയും ചെറിയ പ്രവാചകന്മാരിലൂടെയും ദൈവം ലോകത്തെ നയിക്കുന്നുണ്ട്, ആശ്വാസം കൊടുത്തുകൊണ്ട്. ഇതാ രക്ഷകൻ വരും. പക്ഷെ അന്നുണ്ടായിരുന്ന ജനം മുഴുവൻ ഓരോരുത്തരും രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഈ പ്രവാചകന്മാരും ന്യായാധിപന്മാരും രാജാക്കന്മാരൊക്കെ രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഇതായിരിക്കും ക്രിസ്തു, ഇതായിരിക്കും രക്ഷകനെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ വാക്കുകൾ കേൾക്കുമായിരുന്നു. പ്രിയം നിറഞ്ഞവരെ, നമ്മുടെയും ജീവിതത്തിൽ ദുഃഖങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും
പ്രതിസന്ധികളിലൂടെയും ചതിക്കപ്പെടുന്ന അവസ്ഥയിലൂടെയും തെറ്റിദ്ധാരണയിലൂടെയും വിഷമിക്കുന്ന അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആശ്വാസമായിട്ട് പലരും ഈ രാജാക്കന്മാരെ പോലെ പ്രവാചകന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട്. അവരുടെ വാക്കുകൾ നമുക്ക് ബലം നൽകും. ആത്മഹത്യ ചെയ്യാതെ അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്നവരാണ് ഈ കാണുന്നവർ മുഴുവൻ. അല്ലെങ്കിൽ പണ്ട് ആത്മഹത്യ ചെയ്തേനെ. കുടുംബത്തിൻ്റെ ആദ്യ നാളുകളിൽ ചെന്ന് കയറുമ്പോൾ ഭയങ്കര സ്വപ്നങ്ങളുണ്ടാകും. ആദ്യത്തെ ഹണിമൂണൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഈ ചീട്ടുകൊട്ടാരം ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി വെക്കുന്ന ആ വലിയ സംഭവത്തെ ഒരു ചീട്ട് വലിക്കുന്നത് പോലെ വലിക്കും ദൈവം. കീഴ്മേ മറിയും സ്വപ്നങ്ങൾ മുഴുവൻ. അപ്പോൾ എന്തു ചെയ്യും? പള്ളിയിലേക്ക് വരും, വികാരിച്ചൻ്റെ അടുത്ത്, അടുത്തുള്ള കോൺവെൻറ്റുള്ള സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോവും, കൗൺസിലിങ്ങിന് പോവും, ധ്യാനകേന്ദ്രത്തിൽ പോവും. അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന നല്ല നല്ല വാക്കുകളാണ് ഓരോരുത്തരെയും പിടിച്ചു നിർത്തിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് നിൽക്കാനുള്ള കെൽപ്പ് തരുന്നത് അങ്ങനെയുള്ള നല്ല വാക്കുകളാണ്. പ്രഭാഷകന്റെ പുസ്തകം 12-ാം അധ്യായം, അല്ലെ 18-ാം അധ്യായം, അതിൻ്റെ 12-13 വാക്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 12-13. മഞ്ഞ് കഠിനമായി ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ ശ്രേഷ്ഠമല്ലേ എന്ന്. മഞ്ഞ് കഠിനമായി ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ ശ്രേഷ്ഠമല്ലേ? ക്രിസ്മസിനൊക്കെ ചങ്കുകൾക്ക്, നമ്മുടെ വലിയ പരിചയമുള്ള ആൾക്കാർക്ക്, കുടുംബക്കാർക്കൊക്കെ നമ്മൾ ഗിഫ്റ്റുകൾ കൈമാറും, സമ്മാനങ്ങൾ ഇല്ലേ? പിള്ളേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, നോക്കിയിരിക്കും ആ സമയത്ത്. അതിനേക്കാളും വലുതാണ്, സമ്മാനത്തെക്കാളും വലുതാണ് നല്ല വാക്കെന്ന്. നല്ല വാക്കിന് ജീവിപ്പിക്കാനും കൊല്ലാനുമുള്ള കഴിവുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയം നിറഞ്ഞവരെ, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട്, നല്ല വാക്കുകൾ കേട്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ പീഠാനുഭവ വെള്ളിയിൽ നമുക്ക് അടുത്ത സന്ദേശം, അതാണ് രണ്ടാമത്തെ സന്ദേശം. നമ്മുടെയൊക്കെ വിഷമങ്ങളിലും ദുഃഖങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ ദൈവദൂതനെ പോലെ നല്ല വാക്കുകൾ പറഞ്ഞു വരുമ്പോൾ അത് സ്വീകരിക്കാനായിട്ടുള്ള മനസ്സുണ്ടാകട്ടെ. ഇനി മലാക്കി പ്രവചനത്തിന് ശേഷം ഒരു 400 വർഷം സ്വർഗം നിശബ്ദത പാലിക്കും. സ്നാപയോഹന്നാൻ്റെ ആ ഒരു വരവിന് അടുത്ത് വരെ 400 വർഷം നിശബ്ദത. സ്വർഗം മിണ്ടുന്നില്ല, ഒരു പ്രവാചകൻ വരുന്നില്ല. അതിന് ഈ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്: പൂൾ ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ തടാകം. പൂൾ ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ തടാകം. ചില മനുഷ്യരുണ്ട്, അവർ വിഷമങ്ങളുടെ കയത്തിൽ, കണ്ണുനീരിൻ്റെ കയത്തിലേക്കൊക്കെ അങ്ങോട്ട് താണു പോകുമ്പോൾ ഉപദേശം പറയുന്നവർ, നല്ല വാക്കുകൾ പറയുന്നവരൊക്കെ വരും. പക്ഷെ അവരുടെ വാക്കുകൾക്കൊന്നും അവരുടെ ഹൃദയത്തെ തൊടാൻ പറ്റില്ല. അവർ പറയും, ചില നേരം ഒന്ന് മാറി നിൽക്കൂ, സ്വസ്ഥമായിട്ട് ഒന്നിരിക്കാനാ. നമുക്കറിയാം, മക്കളൊക്കെ കുടുംബങ്ങളിൽ TV കാണും. പക്ഷെ പരീക്ഷ സമയത്താണെങ്കിൽ അമ്മ പറയും, എടി, അല്ലെങ്കിൽ അവനോടോ അവളോടോ പറയും, ആ TV ഒക്കെ ഒന്ന് ഓഫാക്കി പഠിക്കാൻ പോവാൻ. മക്കൾക്കത് ഇഷ്ടപ്പെടില്ല. മക്കൾ എന്തു ചെയ്യും? പോയി കൊതുകുത്തിയിരിക്കും. എവിടെ? വീട്ടിൽ. വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക്, അല്ലെങ്കിൽ റൂമിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കും. എന്നെ ആരും വിളിക്കണ്ട, എന്നെ ആരും തൊടണ്ട, ഭക്ഷണത്തിന് വിളിക്കണ്ട. അച്ഛൻ പറയുന്നത് അതല്ല. സങ്കടത്തിൻ്റെ കയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആ വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ഒന്നും ശല്യപ്പെടുത്തരുതെന്ന് നമ്മൾ പറയും. നമ്മൾ മാറിയിരിക്കും. ജീവിതത്തിൽ ഡ്രൈനെസ് വരും. ഇരുണ്ട രാത്രികൾ ക്രിസ്തുവിനുണ്ടായിരുന്നു. കുരിശുമരണത്തിൻ്റെ തലേ ദിവസം ഈ മനുഷ്യൻ എത്രമാത്രം വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഒലുമലയിൽ വിയർപ്പ് രക്തത്തുള്ളികളാകുന്ന അവസ്ഥയിൽ എല്ലാം പിതാവായ ദൈവം കാണിച്ചു കൊടുത്താണ്. പുത്രന് ചവിട്ടേൽക്കും, തുപ്പലുകൾ, കവിളത്തടി, മുൾക്കിരീടം വയ്ക്കും, ആഞ്ഞാഞ്ഞടിക്കും. ഇതൊക്കെ പിതാവായ ദൈവം കാണിച്ചു കൊടുത്തതിനെയാണ്. പക്ഷേ തലേ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പരീക്ഷയുടെ തലേ രാത്രി നമ്മുടെയൊക്കെ ഈ കറുത്ത മുടി വെളുത്ത മുടി ആയില്ലെങ്കിലേ അതിശയുള്ളൂ. ടെൻഷൻ അടിക്കും, ബാത്റൂമിൽ പോകും ചിലവരൊക്കെ.
അല്ലെങ്കിൽ കൂടെ കൂടെ യൂറിൻ പാസ് ചെയ്യാൻ പോവില്ലേ? പോവും. ഇതുപോലത്തെ അവസ്ഥയാ. പക്ഷെ ഇതല്ല. അതായത് സങ്കടത്തിൻ്റെ വിഷമങ്ങളിലൂടെയൊക്കെ അതിൻ്റെ അത്യുച്ചസ്ഥായിൽ നാളെ ജപ്തിയാണെന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ നാളെ വീട് വിട്ട് ഇറങ്ങണം ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ വിഷമം. അത് വന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? മാറി നിൽക്കും. അതായത് ആരും വരാതെ സ്വസ്ഥമായിട്ടിരിക്കും. ഇതുപോലത്തെ അവസ്ഥയും ജീവിതത്തിലുണ്ടാവും. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായെങ്കിൽ നമ്മുടെയും ജീവിതത്തിലുണ്ടാവും. വിശുദ്ധരുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്, നമ്മുടെയും ജീവിതത്തിലുണ്ടാവും. നമ്മൾ ആൾക്കാരോട് പറയും, ഇന്ന് കാണണ്ട, വരണ്ട, ഒന്ന് മാറിയിരിക്കേ, കുറച്ച് ആശ്വാസം തരുമോ, ഇച്ചിരി സമാധാനം തരുമോ ചോദിക്കും. പ്രിയം നിറഞ്ഞവരെ, മൂന്നാമത്തെ സന്ദേശം ഇതാണ്. ഈ ജീവിതത്തിൻ്റെ ഈ വിഷമസന്ധികളിൽ ആരുടെയും വാക്കുകൾക്ക് പ്രസക്തിയില്ല. ആരുടെയും വാക്കുകൾ ജീവൻ കൊടുക്കില്ല. ആ സമയത്ത് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം, ന്യൂജൻ വേടിതാണ് ഇളം തലമുറയുടെ ഒരു വൈബ്. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, അഭേദ്യമായ ബന്ധം, അതുമാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഭർത്താവ് ഉണ്ടാവില്ല, വികാരിച്ചനുണ്ടാവില്ല, സിസ്റ്റേഴ്സ് ഉണ്ടാവില്ല, കുടുംബക്കാരുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ഒരു പയ്യൻ, അവൻ ഒരു 10 കൊല്ലം സ്നേഹിച്ചു, അവള് തേച്ചിട്ട് പോയി. അറിയില്ലേ? പിണങ്ങിപ്പോയെന്നല്ല, തേച്ചിട്ട് പോയി. അതാണല്ലോ ന്യൂജൻ വേഡ്. അപ്പോൾ അവൻ പറയുകയാണ് ഇങ്ങനെ, അച്ഛാ ഇപ്പം എനിക്ക് മനസ്സിലായി, വിശ്വസ്തനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ. വിശ്വസ്തനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ. അതാണ് ഈ പറഞ്ഞതിൻ്റെ കാര്യം. നമ്മൾ ഏകാന്തതയുടെ അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ ദൈവം മാത്രം നമ്മുടെ കൂടെ. അടുത്തത് ഇതാണ്, സ്നാപയോഹന്നാൻ കടന്നു വരുന്നു. പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. മരുഭൂമിയിൽ നിന്നും കയറി വരുന്ന മനുഷ്യനായതുകൊണ്ട് വാക്കുകൾക്ക് ഭയങ്കര മൂർച്ചയാണ്. അദ്ദേഹം പറയാണ്, വൃക്ഷത്തിൻ്റെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അനുതപിച്ച് മനസ്തപിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നമ്മുടെ കുടുംബങ്ങളിലുണ്ടല്ലോ, ഹെഡ് ഓഫ് ദ ഫാമിലി, മാതാപിതാക്കന്മാരുണ്ട്, അവരുടെ ഗ്രാൻഡ് പാരൻസ് ഉണ്ട്. ഇവരൊക്കെ മാതൃകകൾ കാണിച്ചു കൊടുക്കണം മക്കൾക്ക്, ഇളം തലമുറയ്ക്ക്. ഇന്നതൊക്കെ മൂല്യച്യുതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. കാരണം എന്താണ്? ഒരു തലമുറയിൽ നിന്ന് മറ്റു തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അത് കൈമാറ്റം ചെയ്യേണ്ട ആരാണ്? കാരണവന്മാരാണ്. അവരത് ചെയ്തില്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന് സ്നാപയോഹന്നാൻ പറയുകയാണ്. ഈ ഭൂമിയിൽ വന്നിട്ട്, അതായത് ഒരു മരത്തെ പിടിച്ചു നിർത്തുന്നത് അതിൻ്റെ സ്റ്റെമ്മല്ല, തടിയല്ല, അതിൻ്റെ വേര്. അതർത്താൽ തീർന്നു, പൊത്തോന്ന് വീഴും. ഇതുപോലെ കാരണവന്മാരുണ്ടല്ലോ, അവർ കൃത്യമായി പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്, മൂല്യങ്ങൾ പകർന്നു കൊടുക്കണം. ചിലപ്പോൾ വിഷമങ്ങളുണ്ടാകും, പക്ഷെ അത് സാരമില്ല, പിന്നീട് നന്മയ്ക്കുതകും. ഞാനൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് സായാഹ്നത്തോടനുബന്ധിച്ച്. ഈ സമയത്ത് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ കാരണവര് ഗ്രാൻഡ് പേരൻ്റ് അല്ല, ഒരു 20 വയസ്സുള്ള ഒരു മകൻ്റെ അപ്പൻ. ആൾ ചാരുകസേരയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ചാരുകസേര ഇന്നത്തെ ആൾക്കാർക്ക് അറിയില്ലേ, അങ്ങനെ ഒരു കസേരയുണ്ട്, അതിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കയറി വരുന്നത് കണ്ട് എഴുന്നേറ്റ് നിന്നു. ഇപ്പം മോൻ ഉള്ളിലുണ്ട്. ഇപ്പം എന്നോട് അദ്ദേഹം ഒരു വിഷമം പറയാണ്, അച്ഛാ ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞു, എന്തിനാ അപ്പച്ച അങ്ങനെ കുറ്റം പറയുന്നത്, നല്ല പിള്ളേരില്ലേ. അച്ഛാ എത്ര മാത്രം പറഞ്ഞാൽ ഇവർക്കൊന്നും മനസ്സിൽ ഒരു കാര്യം ഒന്നും വെളിവില്ലെന്ന് പറയുന്നത് അപ്പൻ. ഞാൻ ചോദിച്ചു, എന്താണ് ഉണ്ടായത്? അച്ഛാ വീടിൻ്റെ അതായത് സൈഡിലായിട്ട് കുറേ വാഴ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വാഴയ്ക്ക് ഊന്നു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ കേര എന്ന് പറഞ്ഞ ഒരു വള്ളിയുണ്ട്, അത് 4 സൈഡിലേക്ക് വലിച്ചു കെട്ടി കമ്പികൾ ഓരോന്ന് അതിൽ ചുറ്റി അത് മണ്ണിൽ ആഴ്ത്തി ഇറക്കണമെന്ന് പറഞ്ഞു, കാറ്റ് പിടിച്ചാൽ വീഴാത്ത രീതിയിൽ. ഞാൻ ഇവനോട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ചെയ്യാം, ഇങ്ങനെ പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി ഒരു ദിവസം. അതായത് ഞാൻ വരുന്നതിന് തലേ ദിവസം. പക്ഷെ അന്ന് രാത്രി ഉണ്ടല്ലോ, ഇടിവെട്ടും മഴയും കാറ്റും. കാറ്റെങ്ങനെയാണ്? ചുഴറ്റിക്കൊണ്ടുപോകുന്ന കാറ്റ്. അങ്ങനെ ഈ വാഴയെല്ലാം നിലംപതിച്ചു.
അപ്പം ഇവൻ പറയാണ്, എൻ്റെ അച്ഛ എങ്ങനെയാണെന്നറിയില്ല, അപ്പം പറയുന്നത് കൃത്യമാണ്. ഇന്നലെ പറഞ്ഞു, രാവിലെ നോക്കുമ്പോൾ വാഴയൊക്കെ പൊത്തോന്ന് കിടക്കുന്നു, ആരെ വെട്ടിയിട്ട പോലെ. ഞാൻ അപ്പനോട് ചോദിച്ചു, അപ്പാ എങ്ങനെയാണിത് തിരിച്ചറിയാൻ പറ്റിയത്? അച്ഛാ, ഞങ്ങളുടെയൊക്കെ കാരണവന്മാരുണ്ടല്ലോ, കൃഷി ഇറക്കുന്നതിന് മുൻപ് പ്രകൃതിയെ പഠിക്കും. മഴയ്ക്കനുസരിച്ചൊക്കെയാണ് അവർ കൃഷി ഇറക്കിക്കൊണ്ട്, കാറ്റും കോളും വരുമെന്ന് പ്രകൃതി തന്നെ നമ്മളെ പഠിപ്പിക്കും. അത് കണ്ടിട്ടാണ് ഞാൻ ഇവനോട് പറഞ്ഞത്. പക്ഷെ ഇവൻ കേട്ടില്ല. അപ്പം അവൻ പറയാണ്, അച്ഛാ ഇനി ഞാൻ ആവർത്തിക്കില്ല. കണ്ട, കാരണവന്മാർ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവും, പക്ഷെ പറഞ്ഞു കൊടുക്കണം. പക്ഷെ സ്നാപയോഹന്നാൻ ഇത് പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ വൃക്ഷത്തിന് വേരിന് കോടാലി വെക്കപ്പെട്ടിരിക്കുന്നു. കുറേ നാൾ കഴിയുമ്പോൾ ഇളം തലമുറയിലുള്ള മക്കളുണ്ടല്ലോ, വ്യതിചലിക്കപ്പെടുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ താന്തോന്നികളായി നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ഒരു മകനെ തൂക്കിക്കൊല്ലാനായിട്ട്, ഒരു 10-25 വയസ്സുണ്ട്, അവനെ തൂക്കിക്കൊല്ലാനായിട്ട് പോകാം. അപ്പോൾ നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, എൻ്റെ അമ്മയെ കാണണം. അപ്പോൾ അമ്മയെ കൊണ്ടുവന്നു. അവൻ അമ്മയോട്, എനിക്ക് ചെവിയിലൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ ചെവിയുടെ അടുത്തേക്ക്, അതായത് മുഖം അടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ആ ചെവി കടിച്ചെടുത്തു. ഇങ്ങനെയാണ് ചരിത്രം പറയുന്നത്. അവൻ ചെവി കടിച്ചെടുത്തതിൻ്റെ കാരണം, ചെറുപ്പത്തിൽ അവൻ മോഷണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഒന്ന് തിരുത്തിയിരുന്നെങ്കിൽ ഇന്ന് വലിയ കൊല്ലപ്പുള്ളിയായിട്ട് ഈ തൂക്കുകയറിൽ കിടക്കില്ലായിരുന്നു. പറഞ്ഞവരെ, കാരണവന്മാരുടെ റോള് കാരണവന്മാർ ചെയ്യണം. അടുത്ത ഇതാണ്, സ്നാപയോഹന്നാൻ്റെ തല പോയി. ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെടില്ല, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല, ഇളം തലമുറയ്ക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ സ്നാപയോഹന്നാൻ തല പോയി. ഇന്നും പ്രവാചക ദൗത്യം എന്ന് പറഞ്ഞ് നമ്മൾ വലിയ ഊന്നൽ കൊടുക്കുന്നുണ്ടല്ലോ. നമ്മുടെയും ജീവിതത്തിൽ മക്കളെടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ അവർ കേട്ടില്ലെങ്കിലും പിന്നീട് അവർക്ക് മനസ്സിലാവും. മാതാപിതാക്കൾ പറയും, എടി നല്ല ഭക്ഷണമാണ്, സമീകൃതമായ ആഹാരം, അത് വേണ്ട, കുഴിമന്തി അൽഫാം വേണമെന്ന് പറയും. അത് തെറ്റല്ല. കുറേ കാലം കുറേ കഴിച്ച് കഴിയുമ്പോൾ വയറിൽ ക്യാൻസറാവും. ഏറ്റവും കൂടുതൽ ലോകത്തിൽ വയറിന് ക്യാൻസറുള്ളവർ ആരാന്നറിയോ? കേരള ജനതയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്ക്. അപ്പോൾ മാതാപിതാക്കൾ പറയും, എടി നല്ല ഭക്ഷണം കഴിക്കുക, വേണ്ട. ഇവളൊക്കെ ന്യൂഡൽഹിയിലോ നോർത്ത് ഇന്ത്യയിലോ പോയി കഴിയുമ്പോൾ അവിടെ ഹോസ്റ്റലുകളിൽ ഈ വെള്ളം പോലത്തെ സാമ്പാർ, ചാവലെന്ന് പറയും, അരിയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും, കഴിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും പരിപ്പ്. അപ്പം മക്കള് ധൂർത്തപുത്രനെ പോലെ ഓർക്കും. തവിട് പോലെയാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ധൂർത്തപുത്രനെ പോലെ ഓർക്കും മക്കള്, ഓ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന കാര്യം. ചില കാര്യങ്ങൾ മക്കൾക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. കുഴപ്പമില്ല, പക്ഷെ പറഞ്ഞു കൊടുക്കണം. അത് അവരുടെ ഉള്ളിൽ കയറിയിരിക്കും. തല പോയാലും കുഴപ്പമില്ല. ചിലപ്പോൾ മുഖത്തടിച്ച പോലെയൊക്കെ വർത്താനം പറയുമ്പോൾ മക്കൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷേ അതിനൊക്കെ അർത്ഥമുണ്ട്. അതൊക്കെ പിന്നീട് അവർ ഓർക്കുകയും ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ഓർക്കുന്നത്. പക്ഷെ ഓർത്ത് അവരത് ചെയ്യും. സ്നാപയോഹന്നാനെ പോലെ പ്രിയം നിറഞ്ഞവരെ, തല പോയാലും നമ്മൾ മാതൃകകൾ കാണിച്ചു കൊടുക്കണം. ഇന്ന് നീതിബോധമുള്ള ആൾക്കാരെ കാണാനില്ല, സത്യസന്ധതയുള്ള ആൾക്കാരെ കാണാനില്ല. ഈ സ്നാപയോഹന്നാനെ പോലെ നമ്മളെന്താ പിള്ളേരോട് പറയണമെന്നറിയോ? ഗാന്ധിജിയുടെ സത്യാന്വേഷണ കഥകൾ വായിച്ചോളാൻ. അതെല്ലാവർക്കും പറ്റും. അല്ലെങ്കിൽ ആ ടീച്ചറെ കണ്ടുപിടിക്കുക. എല്ലാം നല്ലത് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ സ്വജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം മാതൃക. ഇന്നത് കാണാനില്ല. ഇന്ന് ചുമരിൽ പോസ്റ്റുകളായിട്ട് നിൽക്കുന്ന, പടങ്ങളായി നിൽക്കുന്ന ആൾക്കാരെ കാണിച്ചു കൊടുത്തിട്ട് മക്കൾക്ക് സത്യസന്ധത എന്താണ്, നീതിബോധം എന്താണ്, പ്രവാചക ദൗത്യം എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഇളം തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കണം. അടുത്ത കാര്യം ഇതാണ്, ഈശോ സ്നാപയോഹന്നാന് ശേഷം വരുന്നു. ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യം പോലെയല്ല ക്രിസ്തുവിൻ്റെ കാര്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ശത്രുവിനെ സ്നേഹിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരുപോലെ മഴ പെയ്യിപ്പിക്കുന്നു. അതായത് ഒരേ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരവസ്ഥ. എൻ്റെ പിതാവ് കാണിച്ചെന്ന ഈ മാതൃക നിങ്ങളും കാണിക്കണം. പുത്രൻ അത് കാണിച്ചിട്ടുണ്ട്. പുത്രൻ്റെ കൂടെ 3 വർഷം
12 പേര് നടന്നു. അതിലൊരുത്തൻ പഴിച്ചു, ഒരുത്തൻ ഒറ്റുകൊടുത്തു, ഒരുത്തൻ തള്ളിപ്പറഞ്ഞു. എന്നിട്ടും തൻ്റെ ശരീരരക്തമാവുന്ന അപ്പം മുറിച്ചെടുത്തു കൊടുത്തു. നമ്മളാണെങ്കിൽ ചെയ്യൂ? കൂടെയുള്ളവൻ ചതിക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കഴുത്തറുത്ത് കളയില്ലേ? നമ്മൾ കളയും. വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല മക്കളെ, ഭാര്യമാരെ ശകാരിക്കില്ലേ? പക്ഷെ ക്രിസ്തു ചെയ്യുന്നത് അതല്ല. ക്രിസ്തു ചെയ്യുന്നത് ഇങ്ങനെയാണ്, അവനെ കൂടെ കൊണ്ടു നടക്കുകയാണ്. ശത്രുവിനെ സ്നേഹിക്കുന്ന മനോഭാവം, അതായത് ജീവിത സാക്ഷ്യം ക്രിസ്തുവിനുണ്ടായിരുന്നു. പറഞ്ഞത് പ്രവർത്തിക്കുന്നവനാണ് ക്രിസ്തു. പറഞ്ഞത് പ്രവർത്തിക്കുന്നവൻ. നമ്മുടെയും ജീവിതത്തിൽ അതുണ്ടാവണം. പറഞ്ഞത് പ്രവർത്തിക്കാനായിട്ട് പറ്റണം. ഇത് പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. ഈ മക്കളൊക്കെ ഈ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴുണ്ടല്ലോ, അമ്മായിപ്പനും അമ്മായിമ്മയും വീട്ടിലുള്ള ചില ഉഡായിപ്പുകൾ മരുമക്കളെ പറഞ്ഞ് മനസ്സിലാക്കില്ല. കാരണം എന്താ? അവൾ അതറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. അവൾ സ്വന്തം വീട്ടിൽ പറഞ്ഞാലോ ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് അവർ കുശി വെക്കുന്നത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാകുന്നത്. അതുവരെ ഇവരെന്ത് ചെയ്യും? ഇവരത് മൂടി വയ്ക്കും. കാരണം എന്താണ്? ഇവൾ നമ്മുടെ കൂടെ നിൽക്കുമോ? അത് വീട്ടിൽ പറയൂ? ഇല്ലേ? അത് നോക്കിയിട്ട് അവർ ചെയ്യുള്ളൂ. പക്ഷെ ക്രിസ്തു അങ്ങനെയല്ല. പറയുന്ന വാക്ക് പ്രവർത്തിക്കുന്നവനാണ്. വാക്കും പ്രവൃത്തിയും പൊരുത്തമുണ്ട്. അതുകൊണ്ട് കുരിശിൻ്റെ വിരിമാറിൽ കിടന്നപ്പോഴും പിതാവായ ദൈവം പറഞ്ഞ കാര്യം ചെയ്തതുകൊണ്ട് പിതാവായ ദൈവം പുത്രനെ ഉയർത്തി. മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറയുമ്പോൾ ക്രിസ്തു എന്താണ് ചെയ്തത്? ആ കുരിശിനെ മഹത്വപൂർണമാക്കി. പ്രിയം നിറഞ്ഞവരെ, നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ, പറഞ്ഞ വാക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, എന്നെ നിങ്ങളെ മറ്റുള്ളവർക്ക് പകർത്തു കൊടുക്കുമ്പോൾ അതിൽ ജീവനുണ്ടാവും. ക്രിസ്തു ഈ ഗാഗുൽത്തായുടെ വിരുമാറിൽ 33 വയസ്സുള്ള യുവകോമളൻ പിടഞ്ഞു മരിക്കുമ്പോഴുണ്ടല്ലോ, ലോകം തന്നെ സന്തോഷിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നില്ലേ? ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് നമ്മൾ പിഞ്ചെല്ലുന്നത് ഈ മനുഷ്യനെയല്ലേ? വാക്കും പ്രവൃത്തിയും ഒരുമിച്ചായതുകൊണ്ടാണ് ഈ സുവിശേഷം നമ്മൾ ജീവിക്കുന്നത്. കുരിശിൻ്റെ അന്തസത്തയാണിത്. ഇത് ജീവിതത്തിൽ വേണം. നമുക്കും നമ്മുടെ ഉള്ളിൽ ഇത് വേണം. ചില സമയങ്ങളിൽ നമുക്ക് പാളിപ്പോകുന്നുണ്ട്. കാരണം എന്താണ്? വാക്കും പ്രവൃത്തിയും ഒരുമിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടെന്താണ്? ചില അപജയങ്ങൾ ഉണ്ടാകുന്നു. കുരിശിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഇതാണ്, പ്രിയം നിറഞ്ഞവരെ, പകുത്തു കൊടുക്കുക. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരായിട്ടുള്ള കാരണവന്മാരുണ്ടല്ലോ, അവരൊക്കെ മക്കളെ പോറ്റി വളർത്തി ചങ്കും ചോരയൊക്കെ നീരാക്കി മക്കളെ പഠിപ്പിക്കും, അന്നം കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുണ്ടാക്കും. അങ്ങനെ ഒരു നല്ല വ്യക്തിയായി തീരുമ്പോഴേക്കും, ഒരു 10-25 വയസ്സായി കഴിയുമ്പോഴേക്കും അവൻ നല്ല ചിമ്മിട്ടൻ കൊച്ച്, നല്ല ഭംഗിയുണ്ട്. അപ്പനും അമ്മയുടെയും തൊലിയൊക്കെ ചുളിഞ്ഞ് ആരോഗ്യമൊന്നുമില്ലാതെ എല്ലും തോലുമായിട്ട് നിൽക്കും. ചിലപ്പോൾ അവരൊക്കെ കുറേ കഴിയുമ്പോൾ ഈ കട്ടിലിൽ കിടക്കും, ഈ കുരിശിൽ കിടക്കുന്നത് പോലെ. ആ സമയത്തുണ്ടല്ലോ നമ്മളൊക്കെ അവരെ നോക്കണം. കാരണം ജീവിതം പകുത്തു കൊടുത്തതാ. വാക്കും പ്രവൃത്തിയും ഒരുപോലെ ജീവിച്ചവരാണെങ്കിലും ഉണ്ടല്ലോ, അവരെ ആ മക്കൾ നോക്കും. ക്രിസ്തുവിനെ നോക്കിയതുപോലെ നോക്കും. കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി നിൽക്കുമെന്നല്ല പറയുന്നത്. അതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മുറിഞ്ഞ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ജീവിക്കുന്ന ഒരു നാളെ കണ്ടുകൊണ്ട് ജീവിക്കണം, പ്രിയം നിറഞ്ഞവരെ. അതാണ് ചെയ്യേണ്ടത് ഇളം തലമുറ. ഇതാണ് ഈ പീഠാനുഭവ വെള്ളിയുടെ 5 സന്ദേശങ്ങൾ. ക്രോഡീകരിക്കുകയാണ്. ചുരുക്കം: 1, നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം തെറ്റലുകൾ ഉണ്ടാകുമ്പോൾ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മുടെയൊക്കെ ഇളം തലമുറയിൽ പലരും മുന്നോട്ട് വരുന്നുണ്ട്. ദിശാബോധമുള്ളവർ സഭയിലും സമൂഹത്തിലും കുടുംബത്തിലൊക്കെ അങ്ങനെയുള്ളവർ ഉണ്ടാകട്ടെ, ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ. 2, ഒരുപാട് പേര് ആശ്വാസവുമായിട്ട് നമ്മുടെ വിഷമങ്ങളിൽ കടന്നു വരും. അവരുടെയൊക്കെ നല്ല വാക്കുകൾ ശ്രവിക്കാനുള്ള കരുത്ത് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3, പൂൾ ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ തടാകത്തിൽ നമ്മൾ ആണ്ടിറങ്ങുമ്പോൾ
ആരും ആശ്വസിപ്പിക്കാനുണ്ടാവില്ല. ആ സമയത്ത് ദൈവം മാത്രമേ കൂടെയുള്ളൂന്ന് വിശ്വസിക്കണം. വിശ്വസ്തനായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. ആര് വിട്ടിട്ട് പോയാലും കൂടെ അവൻ നിൽക്കും. 4, സ്നാപയോഹന്നാൻ കടന്നു വന്നു തീച്ചുള്ള വാക്കുകളായിട്ട്. അതുപോലെ കുടുംബങ്ങളിൽ ചില വാക്കുകൾ പറയുമ്പോൾ മക്കൾക്ക് വിഷമമുണ്ടാവും. പക്ഷെ നാളത്തെ തലമുറയിൽ മൂല്യങ്ങൾ പകരണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം. തല പോയാലും സ്നാപയോഹന്നാനെ പോലെ നമ്മൾ നിലകൊള്ളണം. 5, ക്രിസ്തു കുരിശിൻ്റെ വിരുമാറിൽ പറഞ്ഞത് പ്രവർത്തിച്ചു. സുവിശേഷ പ്രഘോഷണം നടത്തി 3 വർഷം ഈ അവസാന കാലഘട്ടത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ പോലെ ആ വിരുമാലിങ്ങനെ വിരിഞ്ഞു കിടക്കുമ്പോൾ, പ്രിയം നിറഞ്ഞവരെ, ക്രിസ്തു പറഞ്ഞ ഇതാണ്, സ്നേഹം പകുത്ത് മാതാപിതാക്കൾക്ക് കൊടുക്കണം. മാതാപിതാക്കൾ പകുത്ത് സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ അവരെ തിരിച്ചു നോക്കണം. അങ്ങനെ ഒരു യുവതലമുറ നാളെ കണ്ട് വിശ്വാസത്തിലും വിശുദ്ധിയിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷം. എല്ലാ പീഡാനുഭവത്തിൻ്റെ ഈ വെള്ളിയുടെ എല്ലാ അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അച്ഛന് പ്രത്യേകം നന്ദി. ഉടനെ തന്നെ പ്രദർശനമാണ്. ഏറ്റവും മുമ്പിൽ ശ്രീവാക്കുരിശ്, തിരിക്കാല്, ആൾക്കാർ നിരന്ന് പോവുക.